തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS നേതാവിനും കുടുംബത്തിനുമുള്ള ഇരട്ട വോട്ടിന്റെ തെളിവുകൾ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടറായ ഷാജി വരവൂരിനും ഭാര്യ ദീപ്തിക്കും തൃശൂർ മണ്ഡലത്തിലും ഇരട്ട വോട്ടുണ്ടായിരുന്നു. ഭാരതീയ വിചാരകേന്ദ്രം സെക്രട്ടറി കൂടിയാണ് ഷാജി. പൂങ്കുന്നത്തെ ഇംഗ്ലണ്ട് ഉദയയിൽ 1D ഫ്ളാറ്റിലെ വിലാസത്തിലാണ് രണ്ടാമത്തെ വോട്ട് ചേർത്തത്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ ഒരു മഹാദേവപുരയായി മാറുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും പൂങ്കുന്നം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വ്യാപകമായ വോട്ടുകൾ ചേർക്കലുകൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ വിവരം അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ സെക്രട്ടറിയായ ഷാജി ഇരട്ട വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇതൊരു സംഘടിതമായ ആസൂത്രണമുള്ള ഒരു നീക്കമായിട്ട് വേണം കണക്കാക്കാൻ, അല്ലേ? ഷാജി വരവൂരിന്റെ ഭാര്യയും അടക്കമുള്ളവർ ഇരട്ട വോട്ട് ചേർത്തു, അല്ലേ അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് UDFും LDFും ഉയർത്തുന്ന ആരോപണം മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും മറ്റ് പല ജില്ലകളിൽ നിന്നും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക ലക്ഷ്യമാക്കിക്കൊണ്ട് കൂടുതൽ വോട്ടർമാരെ പ്രത്യേകം അനധികൃതമായി ചേർത്തു എന്ന ആരോപണത്തിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പ്രത്യേകിച്ച് പൂങ്കുന്നത്തെ പല ഫ്ളാറ്റുകളിലും ഇത്തരത്തിൽ പലരെയും പല വിലാസത്തിലും ഇത്തരം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോഴാണ് വരവൂരിലെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉൾപ്പെട്ട വരവൂർ പഞ്ചായത്തിലെ വോട്ടറായ, അതേസമയം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ ഷാജി വരവൂർ, അതായത് ഷാജി KR എന്നയാൾക്കും അതോടൊപ്പം തന്നെ ഭാര്യയായ ദീപ്തിക്കും ഈ തൃശ്ശൂർ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ മേൽവിലാസത്തിൽ പ്രത്യേകം വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതായത് ഇരട്ട വോട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ട് ചേർത്തിരിക്കുകയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ വരവൂർ പഞ്ചായത്തിലെ നടത്തറയിലാണ് ഈ ഷാജി KR ജനിച്ചത്. RSSന്റെ നേതാവായി, യോഗ അധ്യാപകനായി, അതോടൊപ്പം തന്നെ ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ മേഖലാ സെക്രട്ടറിയും ഒക്കെയായി തന്നെ പ്രവർത്തിക്കുന്നയാളാണ് ഷാജി KR. അത്തരത്തിൽ BJPയുടെയും RSSന്റെയും പ്രധാന നേതാക്കളുമായി അടുത്ത ബന്ധവും ഇയാൾക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പൂർണ്ണമായും വരവൂർ മണ്ഡലത്തിൽ മാത്രമായിരുന്നു ഇയാൾക്ക് വോട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിന് തൊട്ട് മുൻപാണ് പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയയിലെ 37-ാം നമ്പർ ബൂത്തിൽ, ഇൻലാൻഡ് ഉദയയിലെ താമസക്കാരനായ ഇയാൾക്ക് 37-ാം നമ്പർ ബൂത്തിൽ 1119, 1121 എന്നീ വോട്ടർമാരായാണ് ഷാജി KRനെയും അതോടൊപ്പം തന്നെ ഭാര്യയും ചേർത്തിരിക്കുന്നത്. ഇൻലാൻഡ് ഉദയയിൽ 1D ഫ്ളാറ്റിലെ വിലാസത്തിലാണ് ഇപ്പോൾ വോട്ട് ചേർത്തിരിക്കുന്നത്. അതേസമയം തന്നെ ആലത്തൂർ മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിലെ ഗവൺമെന്റ് ITIയിലും ഈ രണ്ടുപേർക്കും വോട്ടുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ചെയ്തോ അച്ഛന്റെ പേര് മാത്രം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലേ? അച്ഛന്റെയും വോട്ടറുടെയും പേരൊഴികെ ബാക്കിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. അമ്മ കമലാക്ഷി എന്നതാണ് ഷാജി KRന്റെ വിലാസത്തിൽ കാണുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട വിലാസങ്ങളൊക്കെ തന്നെ ശരിയാണെങ്കിൽ പോലും ഈ താമസ സ്ഥലവും മറ്റും വ്യത്യസ്തമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇൻലാൻഡ് ഉദയയിലെ 1D ഫ്ളാറ്റിലാണ് താമസമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരവൂരിൽ അദ്ദേഹം ജനിച്ചു വളർന്ന വീടിന്റെ അഡ്രസ്സിൽ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കാലാകാലങ്ങളായി അവിടെ തന്നെ ജീവിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഷാജി KR. അദ്ദേഹത്തിന്റെ വോട്ടും വരവൂരിൽ തന്നെയാണ്, അതായത് ആലത്തൂർ മണ്ഡലത്തിലാണ് ഉൾപ്പെടുക. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഷാജി KRനെ അടക്കം ഇത്തരത്തിൽ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ അഡ്രസ്സിൽ മറ്റൊരു വോട്ടർ പട്ടികയിൽ കൂടി ചേർത്തിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഇരട്ട വോട്ടുകൾ എന്ന ഗുരുതരമായ ആരോപണവും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. റിപ്പോർട്ടർ വോട്ട് ചോരി, ബിഗ് ബ്രേക്കിംഗ്.